ഒരു വലിയ ഫാക്ടറിയൊക്കെ പണിതു. അന്നേരം അന്നത്തെ വ്യവസ്ഥിതികളുടെ എല്ലാം പ്രശ്നം കാരണം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഒരു SD സിസ്റ്റേഴ്സിന്, ചുണങ്ങവേലി സിസ്റ്റേഴ്സ്, അവർക്ക് അത് ഫ്രീ ഗിഫ്റ്റായിട്ട് കൊടുക്കുക ചെയ്തു. ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഫ്രീ ഗിഫ്റ്റായിട്ട്. താങ്കൾ കല്യാണം കഴിച്ച് ചെല്ലുന്നത് ഒരു ബിസിനസ് ഫാമിലിയിലേക്കാണ്, തൊടുപുഴയിലല്ലേ? അവരെ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? ബേക്കറി ബിസിനസ്സായിരുന്നു. എന്തായിരുന്നു ആ ബ്രാൻഡിന്റെ പേര്? ഇന്ത്യൻ ബേക്കറി. അപ്പോൾ അത് താങ്കളുടെ ഹസ്ബൻഡിന്റെ ആണോ അതോ? ഫാദർ ഇൻ ലോ സ്ഥാപിച്ചതായിരുന്നു. ഏത് വർഷം? 1975. 75 അദ്ദേഹം സ്ഥാപിച്ചതാണ്. ഓക്കെ. ഇന്ത്യൻ. അപ്പം അന്ന് എന്താണത്? ബോർമയാണോ? എന്താണത്? ബോർമ ഉണ്ടായിരുന്നു, സ്വന്തം പ്രൊഡക്ഷനായിരുന്നു. ബേക്കറി അപ്പോൾ ഒരു ഷോപ്പാണ്, എങ്ങനെയാണത്? അന്ന് ഒരു ഷോപ്പ് കഴിഞ്ഞ് 2-3 ഷോപ്പ് അപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ടൗണിൻ്റെ ഓരോ വികസനം വരുമ്പോൾ, ഓരോ സ്ഥലത്തിൻ്റെ മാറ്റങ്ങൾ വരുമ്പം 1-2 ഷോപ്പുകൾ നിർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ താങ്കൾ വിവാഹം കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും ആ ഇന്ത്യൻ ബേക്കറി നല്ല രീതിയിലാണോ പോയിക്കൊണ്ടിരുന്നത്? നല്ല രീതിയിലായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് ചേച്ചൻ ഒരു വലിയ ഫാക്ടറിയൊക്കെ പണിതു. അന്നേരം അന്നത്തെ വ്യവസ്ഥിതികളുടെ എല്ലാം പ്രശ്നം കാരണം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഒരു SD സിസ്റ്റേഴ്സിന്, ചുണങ്ങവേലി സിസ്റ്റേഴ്സ്, അവർക്ക് അത് ഫ്രീ ഗിഫ്റ്റായിട്ട് കൊടുക്കുക ചെയ്തു. ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഫ്രീ ഗിഫ്റ്റായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് നടത്താൻ ഒരു താല്പര്യമില്ലായിരുന്നു. അത് 80 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. ഒരു മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഫാക്ടറി ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ കുടുംബം അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ലേ ജീവിച്ചിരുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഇടയ്ക്കൊക്കെ ചെറിയൊരു ക്രൈസിസ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവിടെ നിന്നൊക്കെയാണ് താങ്കളൊരു സംരംഭകയാവാൻ തീരുമാനിക്കുന്നത്. എന്തായിരുന്നു ആ തീരുമാനം? ആ തീരുമാനം നല്ലതായിരുന്നു തന്നെയാണ് ഇപ്പോഴും ഓർക്കുന്നത്. അത്യാവശ്യം സ്ട്രഗിളൊക്കെ ഉണ്ടായാലും അത് ഈ വരെ എത്തിക്കാൻ എനിക്ക് സാധിച്ചായിരുന്നു.